ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിമാരാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 15 ചെറുള്ളി തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നുണ്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അരിഞ്ഞ് വെച്ച പച്ചമുളകും മല്ലിച്ചെപ്പും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാവിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് അപ്പസോഡ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലൊന്നും മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറച്ചേശ്ശെ വെള്ളം ചേർത്താൽ മതി. എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് മൈദ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇത്രയ്ക്കും വെള്ളമാണ് ഞാൻ ചേർത്തത്. എനിക്ക് ആകെ വേണ്ടി വന്നത് 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. എണ്ണ മീഡിയം ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. സ്പൂണ് വെച്ചിട്ട് ഉണ്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കൈ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ചെയ്യണത്. നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊക്കോട്ട ഒരു ഷേപ്പാണ് കേട്ടോ ഉണ്ടാവുക. കാരണം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും മോൾ ഭാഗം കാണുമ്പോൾ. പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. ഇത് നമ്മൾ കെച്ചപ്പിൻ്റെ കൂടെ അതുപോലെ മയോണൈസിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റായിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.